ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് ഒരു കീ ഹോൾഡറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. ഒരു കീ ഹോൾഡർ മസ്റ്റായിട്ട് വാങ്ങണം എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഒട്ട് പീസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഒട്ട് പീസ് വാങ്ങിച്ച് വെച്ചിട്ട് 2 വീക്സ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ സെയിം വാളിലൊരു പ്ലാന്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട കീ ഹോൾഡറിൻ്റെ ആ ഒരു പ്ലേസാണ് അവിടെ കാണുന്നത്. ആ ഒരു സ്ക്രൂവിലേക്ക് ഡയറക്റ്റ് കീ ഹോൾഡ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് ബോർഡ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇത് ഇനി റെഡി ആയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഓഫീസിൽ നിന്ന് വരുന്ന ആ ടൈമിലേക്ക് എനിക്കതൊന്ന് റെഡിയാക്കി ഫിക്സ് ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അത് ചെയ്യണതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വാൾ പ്ലാന്റർ എങ്ങനെ ഉണ്ടെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ ഹോൾഡേഴ്സൊക്കെ അലൈൻമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ബോർഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു പീസിൽ ബ്രൗൺ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കധികം ലെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് ഒരു അൺഈവൻ ടെക്സ്ചർ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു വിൻറ്റേജ് ലുക്കും പിന്നെ ഒരു മോഡേൺ എലമെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഈ പെയിൻറ്റിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് മാത്രം വെച്ചിട്ടുള്ളൊരു റൈറ്റിങ്സ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗോൾഡും സിൽവർ ഷെയ്ഡും വെച്ചിട്ടുള്ളൊരു റൈറ്റിങ്സാണ് ഞാൻ പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോറായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാസ്റ്റിലൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ റൈറ്റിങ്സിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഗോൾഡ് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് സിൽവറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു വിൻറ്റേജ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്രിലിക്കിൻ്റെ ഗോൾഡ് ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു അൺഈവൻ പാറ്റേണിലാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗോൾഡ് ഗ്ലിറ്ററൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സിൽവർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റാണ്. ഇത് നമ്മൾ ബേബി ഹാൻഡ് കർച്ചീഫൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഗോൾഡ് ഷെയ്ഡ് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞു ബാസ്ക്കറ്റ് ഏതെങ്കിലും ഒരു കീ ഹോൾഡറിലാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു വർക്ക് ഞാൻ കുറച്ച് ഹറിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്കതൊന്ന് വാളിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് വാളിൽ ഹാങ് ചെയ്ത് നോക്കാം. ഹാങ്ങിങ് അല്ല, നമ്മളിവിടെ സ്ക്രൂ ആണ് കേട്ടോ ചെയ്യണത്. ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ അത് ഫൈനൽ ലുക്കൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്, ഹോൾഡറൊക്കെ റീഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ലുക്കൊന്ന് കാണാം. അപ്പോൾ ആൾ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷേ ഒരു സജഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹോൾഡർ ബാസ്ക്കറ്റ് വെച്ചിട്ട് കളയണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ആ ഒരു വോൾ ഫിക്സ് ചെയ്ത സ്ക്രൂവിൽ തന്നെ ഇതൊന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾഡറും യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി. പിന്നെ ഞാൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ ആ ഫുൾ ഹോൾഡർ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.